സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന് സമനില തുടക്കം. ആദ്യ ലാലിഗ മത്സരത്തിൽ മയോർക്ക റയലിനെ സമനിലയിൽ കുരുക്കി. മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. എവേ മത്സരത്തിൽ മുന്നിൽ നിന്ന ശേഷം റയൽ മാഡ്രിഡ് സമനില വഴങ്ങുകയായിരുന്നു. സൂപ്പർ താരം എംബാപ്പയുടെ ലാലിഗയിൽ അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത്. മത്സരത്തിൽ റയലിന് മികച്ച തുടക്കമാണ് ലഭിച്ചത്. 13-ാം മിനിറ്റിൽ വിനീഷ്യസിന്റെ അസിസ്റ്റിൽ മനോഹരമായൊരു ഗോളിലൂടെ റോഡ്രിഗോ റയലിന് ലീഡ് നൽകി. ഈ ഗോളിന് ശേഷം റയലിൽ നിന്ന് അറ്റാക്കിംഗ് ഫുട്ബോൾ കാണാനായില്ല. പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് ലീഡ് ഇരട്ടിയാക്കാൻ എംബാപ്പയ്ക്ക് അവസരം ലഭിച്ചുവെങ്കിലും തുറന്ന അവസരം നഷ്ടമായി. ആദ്യ പകുതിയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചത് മയോർക്കയായിരുന്നുവെങ്കിലും അവർക്കും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. രണ്ടാം പകുതിയിൽ 53-ാം മിനിറ്റിൽ മയോർക്ക സമനില പിടിച്ചു. ഡാനി റോഡ്രിഗസ് എടുത്ത കോർണർ കിക്കിൽ ഒരു ഹെഡറിലൂടെ വേദാത് മുറുക്കിയാണ് ലക്ഷ്യം കണ്ടത്. ഇതിനുശേഷം റയൽ വിജയ ഗോളിനായി ആഞ്ഞു ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. മത്സരത്തിന് അവസാന നിമിഷം പ്രതിരോധ താരം ഫെർലാൻ മെൻഡി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് റയൽ മാഡ്രിഡിന് തിരിച്ചടിയായി. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 67% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 13 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 665 പാസുകൾ 90% കൃത്യതയോടെ റയൽ പൂർത്തിയാക്കി. 12 ഷോട്ടുകളാണ് മയോർക്ക തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഓഗസ്റ്റ് 25 വയഡോൾഡിനെതിരായാണ് ലീഗിൽ റയലിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.